أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഒരാഴ്ചയിൽ നമ്മൾ QHLS പഠനത്തിന് വേണ്ടി ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നല്ലത് പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാഠപുസ്തകം കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടാകും. 3 ഭാഗങ്ങളായിട്ടാണ് അതിലുള്ളത്. ഒന്ന് ഖുർആനിന്റെ തഫ്സീറാണ്. സൂറത്തുൽ ഹജ്ജ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ഹദീസ് പാഠങ്ങളാണ്. 3 നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ്. നമ്മൾ ഇതുവരെ എടുക്കാത്തൊരു ഭാഗമാണ് പ്രാർത്ഥന. അപ്പൊ അവിടെ നിന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് തുടങ്ങുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി ഫഖാൽ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് യുഖാലു ലഹു ഹുദീത വഖുഫീത വവഖീത. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ വീട് എന്നുള്ളത്. ഏതൊരു അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാകണമെങ്കിലും അതില്ലാത്തൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹങ്ങളുടെ വില പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ സമാധാനം, സ്വസ്ഥത, സന്തോഷം ഒക്കെ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് വീട്. അത് സമാധാനത്തിന്റെ ഒരു കേന്ദ്രമാണ്. ജബലന്നൂറിന്റെ മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് പേടിച്ച് വിറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് തന്റെ വീട്ടിലേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്കാണ്. അവിടെ എത്തുമ്പോൾ കുറച്ച് സമാധാനം ഉണ്ടാകും, ലഭിക്കുമെന്നറിയാം. ഖുർആൻ അങ്ങനെ തന്നെയാണ് വീടിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്.
അതുകൊണ്ട് വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ അനുഗ്രഹം നൽകിയ അല്ലാഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ പ്രവേശിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴും അല്ലാഹുവിന്റെ കാവൽ ലഭിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ഇദാ ദഖല റജുലു ബൈതഹു ഫൽയഖുൽ ബിസ്മില്ലാഹി വലജന വബിസ്മില്ലാഹി ഖറജന വഅലല്ലാഹി റബ്ബിന തവക്കൽന സുമ്മ ലിയുസല്ലിമ അലാ അഹ്ലിഹി എന്ന് ഒരു ഹദീസിൽ കാണാം. അതുപോലെ തന്നെ പല റിപ്പോർട്ടുകളും ആ വിഷയത്തിലുണ്ട്. ചുരുങ്ങിയത് നമ്മൾ ബിസ്മില്ല എന്നെങ്കിലും പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറണം. അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം. ബിസ്മില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഇസ്തിആനയാണെന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അത് ഇവിടെ മാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഒന്നാമത്തെ ആയത്താണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത്. അവിടെ ബിസ്മി വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അതൊരു ഇസ്തിആനയാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അതൊരു സഹായത്തേട്ടമാണ്. അതിന്റെ അർത്ഥം അല്ലാഹു എനിക്ക് ബർക്കത്ത് നൽകണേ എന്നുള്ളതാണ്. അപ്പൊ ആ ബർക്കത്ത് ചോദിച്ചിട്ടായിരിക്കണം ഏതൊരു അനുഗ്രഹവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഒരു പ്രാർത്ഥനയാണ് ബിസ്മില്ലാഹി വലജന വബിസ്മില്ലാഹി ഖറജന വഅലല്ലാഹി റബ്ബിന തവക്കൽന എന്ന ആ ഒരു പ്രാർത്ഥന. അല്ലാഹുവേ നിന്റെ നാമത്തിൽ, അല്ലാഹുവേ നിന്നെ സ്മരിച്ചുകൊണ്ട് പ്രവേശിക്കുകയും നിന്നെ സ്മരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്നു. വഅലല്ലാഹി റബ്ബിന തവക്കൽന, അല്ലാഹുവിൽ തവക്കുലാക്കുകയാണ് നമ്മുടെ ജീവിതത്തെ. നമ്മൾ ഇങ്ങനെ നമ്മൾ പ്രവേശിച്ചുകൊണ്ട് ഈ രൂപത്തിൽ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ കൂടെ ശൈത്താൻ കയറുകയില്ല എന്നുള്ളതാണ്. ശൈത്താൻ അവരുടെ കൂടെ പ്രവേശിക്കുകയില്ല. അതല്ലെങ്കിൽ പിശാചിന്റെ കേന്ദ്രമായി നമ്മുടെ വീട് മാറുകയും പൈശാചിക സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ വീട്ടിൽ സംഭവിക്കുകയും ചെയ്യും. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നല്ല സ്വഭാവങ്ങളുണ്ട്, ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത മോശമായ സ്വഭാവങ്ങളുണ്ട്. അസൂയയും പകയും വിദ്വേഷവും കോപവും ഇതുപോലെയുള്ള പൈശാചിക സ്വഭാവങ്ങൾ നമുക്കിടയിൽ സംഭവിക്കുകയും നമുക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് പിശാച് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ആ ശൈത്താനിനെ നമ്മൾ നമ്മുടെ കൂടെ പ്രവേശിപ്പിക്കാതിരിക്കണമെങ്കിൽ ബിസ്മില്ല ചൊല്ലി നമ്മൾ പ്രവേശിക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, എല്ലാ സമയത്തും അല്ലാഹുവിനെ ഓർത്താൽ ലാ മബീത വലാ അശാ, നമുക്കിന്ന് വാസസ്ഥലമില്ല, നമുക്കിന്ന് ഭക്ഷണമില്ല എന്ന് പിശാച് തന്റെ അനുയായികളോട് പറയുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചുരുങ്ങിയത് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിൽ ആ പ്രാർത്ഥന ഒന്നാമത്തെ പ്രാർത്ഥനയാണ്. ചുരുങ്ങിയത് ബിസ്മില്ല എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മളെ വിശ്രമം കഴിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് ചൊല്ലിയിട്ടായിരിക്കണം അവൻ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. രണ്ട് പ്രാർത്ഥനയും നമ്മുടെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ന ഹെഡിങ്ങിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രാർത്ഥന വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒരു പ്രാർത്ഥന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുമുള്ള പ്രാർത്ഥനയാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പകർത്തുകയും അതോടൊപ്പം നമ്മുടെ QHLS പരീക്ഷകൾ നടക്കുമ്പോൾ ആ പരീക്ഷകളിൽ അത് ഉണ്ടാകും. അപ്പോ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പുറത്തിറങ്ങുന്നവൻ, അവനെ കുറിച്ച് പറയപ്പെട്ടത് അവൻ വെളിച്ചം സന്മാർഗം ലഭിക്കപ്പെട്ടവനാണ്, സംരക്ഷണം ലഭിക്കപ്പെട്ടവനാണ്.
പൈശാചിക പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കപ്പെട്ടവനാണ്. ഹുദീത വഖുഫീത വഉഖീത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ നമ്മൾ സഞ്ചരിച്ചാലും നമ്മളിൽ നിന്ന് പിശാച് മാറിപ്പോകുമെന്നാണ് ചില ആളുകൾ വിശദീകരിച്ചു തന്നിട്ട് ചില റിപ്പോർട്ടുകളിലൊക്കെ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എന്ത് പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോഴും ആ പ്രാർത്ഥന കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ് എന്നറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലണം. അങ്ങനെ നമ്മൾ ചൊല്ലാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആയത്തുൽ കുർസി ഒരു ദിവസം ചൊല്ലിയാൽ നമുക്ക് പിശാചിൽ നിന്നുള്ള കാവലുണ്ട്. രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ ചൊല്ലണം ആയത്തുൽ കുർസി. അപ്പൊ നമ്മൾ അത് ചൊല്ലിയാൽ നമുക്കുള്ള നേട്ടം എന്താണ് എന്നറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത്. അപ്പോഴാണ് അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. നമ്മള് സ്വിച്ചിട്ടാൽ ഫാൻ കറങ്ങുന്നത് പോലെ, ലൈറ്റ് കത്തുന്നത് പോലെ യാന്ത്രികമായിട്ട് നമ്മുടെ കർമ്മങ്ങൾ മാറാണ്, നമ്മുടെ പ്രാർത്ഥനകൾ മാറാണ്. അങ്ങനെ ആയാൽ പോരാ. മനസ്സറിഞ്ഞ് അതുകൊണ്ടുള്ള ഉപകാരം എനിക്ക് ലഭിക്കണമെന്ന ആ ഒരു നെയ്യത്തോടു കൂടിയായിരിക്കണം ജീവിതത്തിൽ ഓരോ പ്രാർത്ഥനകളും നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ വിഷയം നമ്മുടെ ഹദീസാണ്. കഴിഞ്ഞ ഹദീസുകൾ നമ്മൾ രണ്ടെണ്ണം ചർച്ച ചെയ്തതാണ്. ഒന്നാമത്തെ ഹദീസ് ഉത്തമ സ്വഭാവത്തിനുള്ള ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് എന്ന ഒരു ഹദീസാണ്. നമ്മൾ ഒന്നാമത്തെ ഹദീസ് നമ്മൾ പഠിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു, എല്ലാവർക്കും അല്ലമീനായിരുന്നു, എല്ലാവർക്കും വിശ്വസ്തനായിരുന്നു, ഏറ്റവും നല്ല സ്വഭാവം ലോകത്ത് മാതൃക കാണിച്ച വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് മുത്തുനബി അല്ലാഹു നിയോഗിച്ചത് എന്ന ഹദീസ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഹദീസ് നമ്മൾ പഠിച്ചത് നല്ല ഒരു സ്വഭാവം അത് വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഇതൊക്കെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നല്ലൊരു സ്വഭാവം അത് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണത. അതായത് നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ പ്രധാനമായിട്ട് എന്ത് വേണം, നല്ലൊരു സ്വഭാവം ഉണ്ടാകണം എന്നുള്ളതാണ്. അതില്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് ചിലപ്പോ അതിന്റെ ഒരു പോരായ്മകൾ പാരത്രിക ലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നല്ലൊരു സ്വഭാവം, ഇൻഷാ അല്ലാഹ്, അത് നമ്മുടെ വിഷയവുമായി ഇന്നത്തെ ആയത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അവിടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മൂന്നാമത്തെ ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. മാമിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ അബ്ദി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുലുഖ്. ഇതും സൽസ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ വൽവസ്ന യൗമഇദിനിൽ ഹഖ്, കർമ്മങ്ങൾ തൂക്കി നോക്കുക എന്നുള്ളത് അത് സത്യമായ കാര്യമാണ്. നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുക എന്നുള്ളത് അത് സത്യമായ കാര്യമാണ്. നമ്മുടെ നന്മയും തിന്മകളും ഒക്കെ നാളെ പാരത്രിക ലോകത്ത് തൂക്കി നോക്കുന്ന ഒരു സാഹചര്യം, മീസാൻ, അത് സത്യമായ കാര്യമാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ വിഷയങ്ങളാണ് ഇതെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുന്ന നമ്മളെല്ലാം തീർച്ചയായിട്ടും അല്ലാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വിശ്വസിക്കേണ്ട ബാധ്യത നമുക്കെല്ലാം ഉണ്ട്. അതാണ് ഒരു മുത്തഖി, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഒന്നാമതായിട്ട് അവൻ ഗൈബിയായ കാര്യങ്ങളിൽ അവൻ എന്തുണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. എങ്കിലേ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ആത്മാർത്ഥതയിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ നല്ല ക്ഷമയുള്ള, വിട്ടുവീഴ്ചയുള്ള, ആളുകളോട് നല്ല രീതിയിൽ വിനയത്തോടുകൂടി പെരുമാറുന്ന, ആ രൂപത്തിൽ എല്ലാ നല്ല സ്വഭാവങ്ങളും ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് മാറാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് അതിന്റെ ഈ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിപ്പെട്ട് നാളെ പാരത്രിക ലോകത്ത് നന്മകൾ അധികരിച്ചുകൊണ്ട് ഈ ഒരു ഉത്തമ സ്വഭാവം, നമ്മൾ ആളുകളോട് കാണിക്കുന്ന ഹുസ്നുൽ ഖുൽഖ്, ആ ഒരു നല്ല ഒരു സ്വഭാവമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമ്മുടെ മീസാനിൽ നന്മ കരം തൂങ്ങാൻ അത് മതി എന്നതാണ്. ഒരു പുഞ്ചിരി, അല്ലെ, ആ ഒരു നല്ല രൂപത്തിലുള്ള ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത സംസാരങ്ങളും ആ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും അതൊക്കെയാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. അതിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നിസ്കരിക്കുന്നവരാണ്,
ദാനം കൊടുക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, ഹജ്ജും ഉംറകളും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മുടെ ഭൂരിഭാഗം ആളുകളും. അള്ളാഹു പഠിപ്പിച്ച എല്ലാ കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ സ്വഭാവത്തിന്റെ അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ മോശമാണ് നമ്മളിൽ പലരും. നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഇടപെടലുകളും അല്ലെ, നമ്മളെ സമീപിക്കാൻ ആളുകൾ വെറുത്തു പോകുന്ന അവസ്ഥയിലേക്ക്, നമ്മളോട് സംസാരിക്കാൻ ആളുകളിൽ വെറുപ്പ് കാണിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുകയാണ്. എന്താ സംഭവിച്ചത്? നമ്മുടെ മോശപ്പെട്ട പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളുമാണ്. അതൊക്കെ മാറ്റിയെടുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരു ജീവിത രീതിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നല്ല വ്യക്തിത്വമായിട്ട് നമ്മൾ ജീവിക്കണം. എങ്കിൽ നമ്മുടെ കുടുംബം നന്നായി, നമ്മുടെ സമൂഹം നന്നായി. അല്ലാഹു അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ 6-ാമത്തെ ആയത്താണ്. അതൊന്ന് ഞാൻ പാരായണം ചെയ്തു തരാം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം അർത്ഥം പറഞ്ഞു തന്ന് അതിന്റെ ചെറിയൊരു വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇത് നേരത്തെ ഈ പറഞ്ഞ പ്രാർത്ഥനകള്, ഈ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഹദീസ്, അതുപോലെ തന്നെ ആയത്ത്, അതിന്റെ തഫ്സീർ എല്ലാം എന്തുണ്ട്, കേനം ഐഎസ്എം ഇറക്കിയിട്ടുള്ള, പിന്നെ കേനമിന്റെ കീഴടകമായ ഐഎസ്എം ഇറക്കിയിട്ടുള്ള QHLS പാഠപുസ്തകത്തിലുണ്ട്. അത് നമ്മുടെ അരിപ്രായ യൂണിറ്റിലേക്ക് ഞാൻ ഇടാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യപ്പെടുകയും അത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ എത്തിയിട്ടുണ്ടാകും. അത് ഉള്ളവർ അത് നോക്കുക, ഇല്ലാത്തവർ മറ്റുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കുക ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها. ആത്തിയത്തുൻ എന്ന് പറയില്ല കേട്ടോ, ആത്തിയത്തുൻ എന്ന് ഓതൂല. ഖുർആനിലൊക്കെ കാണുമ്പോൾ അവിടെ എന്തുണ്ടാവും, 2 ബൊമ്മുണ്ടാവും അല്ലെ, തൻവീൻ ബൊമ്മ അവിടെ കാണും. പക്ഷെ ആത്തിയത്തുൻ എന്ന് ഓതരുത്. അതിന്റെ തൊട്ടപ്പുറത്ത് ലാമുണ്ട്, ലാമിന് ശ്രദ്ധുണ്ട്. അവിടെ ഇദ്ഗാം ചെയ്യപ്പെട്ടു. തുൻ എന്ന് പറയുമ്പോഴുള്ള നൂനിനെ ലാമിലേക്ക് എന്ത് ചെയ്തു, ഇദ്ഗാം ചെയ്യപ്പെട്ടു. പക്ഷെ ലാമിനെയും റായിനെയും എന്ത് ചെയ്യില്ല, മണിക്കുകയില്ല. ഇദ്ഗാം ബിലാഹുന്ന എന്നൊരു നിയമമാണ് അവിടെ കിടക്കുന്നത്. തജ്വീദിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, സമയം ഒരുപാട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഓതിയപ്പോ ഒന്ന് പറഞ്ഞോളൂ. ആതിയത്തുൽ ലാ റൈബ ഫീഹാ വഅന്ന الساعة آتية لا ريب فيها وأن الله يبعث من في القبور. ذلك അത് എന്താണ് അതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തഫ്സീറിൽ പഠിക്കാം. ബിഅന്ന അല്ലാഹ, അല്ലാഹു ആണെന്നത് കൊണ്ടാണ്, ഹുവ അവൻ തന്നെ, അൽ ഹഖ് യാഥാർത്ഥ്യമായിട്ടുള്ളവൻ, വഅന്നഹു യുഹീ അവൻ ജീവിപ്പിക്കുന്നു, അൽ മൗത മരണപ്പെട്ടവരെ, വഅന്നഹു അവൻ ആണെന്നത് കൊണ്ടാണ്, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുള്ളവൻ, വഅന്ന സ്സാഅത അന്ത്യസമയം ആണെന്നത് കൊണ്ടും, ആത്തിയത്തുൻ വരുന്നത്, ലാ റൈബ സംശയമേ ഇല്ല, ഫീഹാ അതിൽ, വഅന്ന അല്ലാഹ അല്ലാഹു ആകുന്നു എന്നതുകൊണ്ടും, യബ്അസു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, മൻ ഫിൽ ഖുബൂർ ഖബറുകളിൽ ഉള്ളവരെ. സൂറത്ത് ഹജ്ജിലെ 6-7 ആയത്തുകളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ ദാലിക എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച സംഭവങ്ങളാണ്. പരലോകത്തിൽ നിഷേധിക്കുന്ന, പരലോകത്തിൽ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ മുമ്പിലുള്ള ചില കാര്യങ്ങളെ വെച്ചുകൊണ്ട് പരലോകത്തിലുള്ള വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ആയത്തായിരുന്നു 5-ാമത്തെ ആയത്ത്. 2 കാര്യങ്ങളാണ്
നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ പറഞ്ഞു വെച്ചത്. ഒന്ന്, മനുഷ്യന്റെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമായിരുന്നു. വളരെ കൃത്യമായി തന്നെ സൂറത്ത് ഹജ്ജില്, സൂറത്ത് മുഅ്മിനൂൻ എന്ന അധ്യായത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഭദ്രമായ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബീജത്തുള്ളിയെ കൊണ്ടുപോയി വെച്ചു. നമുക്ക് തഫ്സീർ പിന്നെ ഞാൻ മൊബൈലിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. യഅനി തആല ദിക്റുഹു ബിഖൗലിഹി ദാലിക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാദല്ലദീ ദക്കർതു ലക്കും അയ്യുഹന്നാസ്, ജനങ്ങളെ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അഞ്ചാമത്തെ ആയത്ത് തുടങ്ങുന്നത് അല്ലെ. ഓർമ്മയിൽ ഉണ്ടാവില്ലെങ്കിൽ ഖുർആനിൽ നോക്കാം. ആ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ ദാലിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് അഞ്ചാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? മിൻ ബദഇനാ ഖൽഖകും ഫീ ബുതൂനി ഉമ്മഹാതികും, ഉമ്മമാരുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തുടങ്ങുകയാണ്. വവസഫനാ അഹ്വാലകും ഖബല മീലാദി വബഅദ, ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നുണ്ട്, അവൻ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അവസ്ഥകളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാം അഞ്ചാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെ പറഞ്ഞു? നുത്തുഫയായിരുന്നു. എത്ര ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര ദിവസം നമ്മൾ നുത്തുഫയായിരുന്നു? 40 ദിവസം നമ്മൾ നുത്തുഫയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെന്ത് ചെയ്തു? പിന്നെ അടുത്ത 40 മാസം നമ്മൾ ഇളാമയായിരുന്നു അല്ലെ, നമ്മുടെ ഒരു രക്തക്കട്ടയായിരുന്നു. നുത്തുഫ എന്ന് പറഞ്ഞാൽ ബീജത്തുള്ളി. അതുപോലെ തന്നെ നമുക്ക് പിന്നെ രക്തക്കട്ടയായിരുന്നു ഒരു കാലഘട്ടം. പിന്നെ 40 ദിവസം നമ്മൾ എന്തായിരുന്നു? മുദ്വറയായിരുന്നു. ഒക്കെ നമ്മൾ വളരെ കൃത്യമായി വിശദീകരിച്ചതാണ്. 40 എത്രയായി? 120 അല്ലെ. 120 ഒരു മാസം എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര ദിവസം? 30 ദിവസമാണ് ഒരു മാസം. രണ്ടാമത്തെ മാസം 60, മൂന്നാമത്തെ മാസം 90, നാലാമത്തെ മാസം 120. മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ നാലാമത്തെ മാസത്തിൽ അല്ലാഹു നമ്മുടെ ശരീരത്തിലേക്ക് എന്തിനയക്കും? റൂഹിനെ അയക്കും. 4-ാം മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യും? ജീവൻ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കുള്ള റിസ്ക് അന്ന് രേഖപ്പെടുത്തും. ആ റിസ്കേ നമുക്ക് കിട്ടുള്ളൂ. എത്ര ബുദ്ധി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്ന് രേഖപ്പെടുത്തിയ റിസ്ക് നമുക്ക് കിട്ടുള്ളൂ. 4-ാം മാസം നമ്മൾ എന്നും മരിക്കും. നമ്മുടെ അവധി എത്ര കാലുണ്ട്? ജന്മം നൽകിയ അതേ സമയത്തും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ 4-ാം മാസത്തിൽ ഇതെല്ലാം. അപ്പൊ അതൊക്കെ നമ്മൾ ഇത് വിശദീകരിച്ചു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയും നമ്മൾ ജനിച്ചതിന് ശേഷമുള്ള നമ്മുടെ അവസ്ഥകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. 5-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചു. പുറത്ത് ഉള്ളിലുള്ള അവസ്ഥ പറഞ്ഞു. മുതുക, ഇലാമ, അത് നുത്തുഫ, ആ ഒരു അവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. പുറത്തേക്ക് വന്നപ്പോഴോ തിഫ്ലൻ വകഹിലൻ വശൈഹൻ വശൈഹൻ ഹരിമ അല്ലെ. നമ്മളൊരു പിന്നെ ഒരു കുട്ടിയായിരുന്നു, ചെറിയൊരു കുട്ടിയായിരുന്നു, തിഫ്ലായിരുന്നു. ആ തിഫലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം നൽകി, നടക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓടാനും ചാടാനും ഒക്കെ കഴിയുന്ന ഒരു പൂവത്തിന്റെ കാലഘട്ടം, യുവത്വ കാലഘട്ടത്തിലേക്ക് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിച്ചു. അതുപോലെ തന്നെ വശൈഖൻ, ഒരു വൃദ്ധനായ ഒരു അവസ്ഥയിലേക്ക്. ഏതുപോലെ? പഴയ ദുഅഫിന്റെ അവസ്ഥ അല്ലെ. ഇതൊക്കെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാണ്. ഏതൊരു ദുഅഫിൽ നിന്ന്, ദുർബലതയിൽ നിന്ന് നമ്മൾ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നുവോ അതേ ദുഅഫിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചെയ്തു? തിരിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യന്റെ ജന്മത്തിന് ശേഷമുള്ള അവസ്ഥകളും മനുഷ്യന്റെ ജന്മത്തിന് മുമ്പുള്ള അവസ്ഥകളും ഒക്കെ ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് ഒരു കാര്യം. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി കേട്ടോ. നമ്മുടെ കുട്ടികൾ പരലോകം ഇല്ല, അല്ലാഹു ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നടക്കുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര കൃത്യമായിട്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംവിധാനങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഉമ്മിയായ മുഹമ്മദ് മുസ്തഫ
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചത്. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥകളെ വളരെ സുന്ദരമായി വിശദീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് കാലം കുറെ കഴിഞ്ഞുപോയി, കാലം കുറെ പുരോഗമിച്ചു, ഒരുപാട് സംവിധാനങ്ങൾ ലോകത്ത് കണ്ടുപിടിച്ചു, ശാസ്ത്രം ഒരുപാട് വളർന്നു, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ, എന്തെങ്കിലും ഒരു ന്യൂനത, എന്തെങ്കിലും ഒരു പോരായ്മ കാണിക്കാൻ ഇന്ന് ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല എങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ അത് ദൈവിക ഗ്രന്ഥമാണ്. ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ റബ്ബിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിക്കേണ്ട ബാധ്യതയും അള്ളാഹു പഠിപ്പിച്ച ആ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് എന്ന തിരിച്ചറിവാണ് ഇത്തരം ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് ഒരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം അതിൽ ചർച്ച ചെയ്തു. എന്താണ് ആ രണ്ടാമത്തെ വിഷയം? മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെ ചിന്തിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കാത്തവരെ നിങ്ങൾ ചിന്തിക്കണം. ഒരു വറ്റിപ്പോയ നിർജീവമായ ഒരു പച്ചപ്പില്ലാത്ത ഒരു ഭൂമി, ആ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആ ഭൂമിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. എത്രാമത്തെ ആയത്ത്? 5-ാമത്തെ ആയത്ത്, അല്ലെ? വറ്റിപ്പോയ ഭൂമിയെ, ആ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ബിമാ നുനസ്സിലു അലൈഹാ മിനൽ ഗൈസ്. ആ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? നിർജീവമായ മണ്ണിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ ഇറക്കി, ഭൂമിയിലെ പുൽക്കൊടികളെ മുളപ്പിച്ചു, പച്ചപ്പുള്ളതാക്കി മാറ്റി. എന്നിട്ട് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം നൽകി, കുടിക്കാനുള്ള വെള്ളം നൽകി. എന്തിനാ ഇതെല്ലാം? ലിതുഅ്മിനൂ വതുസദ്ദിഖൂ ബിഅന്ന ദാലികല്ലദീ ഫഅല ദാലിക അല്ലാഹു അല്ലദീ ഹുവൽ ഹഖ് ലാ ശക്ക ഫീഹി. എന്തിനാണ് ഇതെല്ലാം 5-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചത്? പണ്ഡിതന്മാർ 6-ാമത്തെ ആയത്തിന് തഫ്സീർ കൊടുക്കുകയാണ്. ദാലിക, അത്, അഥവാ മനുഷ്യന്റെ ജന്മം, മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അവന്റെ ജീവിതയാത്ര, അതുപോലെ തന്നെ വരണ്ട ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിറക്കി അതിനെ പച്ചപ്പുള്ളതാക്കി. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്? ലിതുഅ്മിനൂ വതുസദ്ദിഖൂ, നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ്, നിങ്ങൾ സത്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ബിഅന്ന ദാലികല്ലദീ ഫഅല ദാലിക, ഇതെല്ലാം പ്രവർത്തിച്ചത്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു അല്ലദീ ഹുവൽ ഹഖ് ലാ ശക്ക ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് ഉള്ളവനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. നമ്മളൊന്ന് ആലോചിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എങ്കിൽ ഉള്ള അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, ഒന്ന് ചിന്തിക്ക്. ഒരു വേള നമ്മളൊന്ന് ചിന്തിക്ക്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എങ്കിലുള്ള അവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഇവിടത്തെ സഞ്ചാരങ്ങൾ, ഇവിടത്തെ പ്രകൃതിയുടെ ഓരോ പ്രവർത്തനങ്ങൾ, അതിന് നിയന്ത്രണമില്ലാത്ത അവസ്ഥയായിരിക്കും. ഇപ്പത്തെ അവസ്ഥ എന്താ? സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ സഞ്ചരിക്കുന്നു, ചന്ദ്രൻ അതിന്റെ അച്ചുതണ്ടിൽ. ഓരോരുത്തർക്കും അതിന്റെ സഞ്ചാര നിയന്ത്രണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച ആ സഞ്ചാരപാതയിലൂടെ സൂര്യനും ചന്ദ്രനുമെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ആകാശലോകത്ത് ഇന്ന് വരെ ഒരു കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. പകൽ നട്ടുച്ച സമയത്ത് ചന്ദ്രൻ ഉദിച്ചിട്ടില്ല, സൂര്യൻ അസ്തമിച്ചിട്ടില്ല, അല്ലെ? ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. എല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ്. അതിനെല്ലാം നിയന്ത്രിക്കുന്നത് സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് ആവശ്യമാണ്. അവൻ സത്യമാണ്, അവൻ യാഥാർത്ഥ്യമാണ്, അല്ലെ? അവനില്ലാത്തൊരു ശക്തിയില്ലാത്ത, ഈ പ്രപഞ്ചത്തിനൊരു നാഥനില്ലാത്തൊരു അവസ്ഥയുണ്ടാകുമായിരുന്നുവെങ്കിൽ ഇവിടെ ഒന്നും
ഒരു നിയന്ത്രിത അവസ്ഥയിൽ സഞ്ചരിക്കുന്ന ഒരവസ്ഥ, ഒരു സുഖകരമായ ഒരു സഞ്ചാരം ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേ, മനുഷ്യൻ നിർമ്മിച്ച എത്ര കാര്യങ്ങൾ അതൊക്കെ അപകടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതെല്ലാം നാശത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെ. പക്ഷെ പടച്ച റബ്ബ് സംവിധാനിച്ച അത്ഭുതങ്ങൾ, അവിടെ ഒന്നും നമുക്ക് ഒരു പോരായ്മയും ന്യൂനതയും കാണാൻ സാധിക്കാത്തത്, ഇതിന്റെ എല്ലാം പിന്നിൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന മുദബ്ബിറായ, മുസർരിഫായ, റഹ്മാനായ, റഹീമായ, രാജാധിപതിയായ, ഏകാധിപതിയായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉള്ളത് കൊണ്ടാണ് എന്ന ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നാഥനില്ല എങ്കിൽ, ഒരു സൃഷ്ടാവില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യാസത്യങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത്, എന്തർത്ഥമുള്ളത്? ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല അല്ലെ. ഒരു വിഭാഗത്തെ ആളുകൾ വ്യഭിചരിച്ചും കള്ളും കുടിച്ചും തോന്നിവാസങ്ങൾ ചെയ്തും അവർ സുഖിച്ചും ആർമാദിച്ചും അവർ ജീവിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്നുകൊണ്ട് ഇബാദത്തുകളുമായി നമ്മൾ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമുള്ളൊരു കാര്യമില്ല. കാരണം അവന് ചിന്തയുണ്ട്, പരലോകമുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന ചിന്ത അവനുണ്ട്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവനത് പ്രയാസമില്ല. പക്ഷേ ആ വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറക്കാത്തവർ, നിഫാഖ് ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നവർ, കാഫറാണോ മുഅ്മിനാണോ അറിയില്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ നിഫാഖുമായിട്ട് ജീവിക്കുന്നവർ, അവർക്കെല്ലാം ഈ കർമ്മങ്ങളൊക്കെ ഒരു ഭാരമാണ്. നിസ്കാരവും നോമ്പും ദാനവും കാര്യങ്ങളും ഒക്കെ എന്താണ്, അവരൊരു ഭാരമായിട്ട് മാറാണ്. എന്തിനാ ഈ ഭാരം പേറിയിട്ട് അവൻ നടക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല എങ്കിൽ വെറുതെ നമ്മൾ വന്നു അല്ലെ, നമ്മൾ ജീവിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ മരിച്ചു പോകുന്നു. അതോടുകൂടി മനുഷ്യന്റെ ജീവിതം അവസാനിക്കുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്ത്, അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മ തിന്മകൾക്ക് എന്തർത്ഥമുണ്ട്? ഒരർത്ഥമില്ല. മനുഷ്യൻ തോന്നിയതുപോലെ ജീവിച്ചോടെ, ആടുമാടുകളിൽ പിന്നെ ജീവിക്കുന്നത് പോലെ, കന്നുകാലികൾ ജീവിക്കുന്നത് പോലെ, അവർക്കെന്ത് നന്മ, അവർക്കെന്ത് തിന്മ. ആടിനെ അയച്ചുവിട് രാവിലെ, കോഴികളെ അയച്ചുവിട് രാവിലെ, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അന്യന്റെ ഭക്ഷണം അവർ കഴിക്കാം. അതുപോലെ തന്നെ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെന്ന പിന്നെ വാപ്പയെന്ന പിന്നെ ആ ഒരു മാതാവ് പിതാവെന്ന പിന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല. കാണുന്നവരുമായി സുഖിച്ചും ഭോഗിച്ചും ഒക്കെ ജീവിക്കുന്നൊരവസ്ഥ, അതാണ് കന്നുകാലികളുടെ ജീവിതം. അവരെ സംബന്ധിച്ചിടത്തോളം നാളെ മണ്ണായി തീരാനുള്ളവരാ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അങ്ങനൊരു ജീവിതം ഇല്ല, ഈ സൃഷ്ടാവ് ഇല്ല. ഇത്ത അവസ്ഥയാണ് എങ്കിൽ നമുക്ക് നന്മ തിന്മകളെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഭൂമി നിറയെ തിന്മകളായിരിക്കും, അരാജകത്വങ്ങളായിരിക്കും അല്ലെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നന്മ നമ്മുടെ നാട്ടിലും സമൂഹത്തിലും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ലോകം നന്മയുള്ള ലോകമായിട്ട് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. 6 ദിവസങ്ങളിലായി ആകാശങ്ങളെ, ഭൂമിയെ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതിനെയെല്ലാം പടച്ചവൻ, അതിനെയെല്ലാം സംവിധാനിച്ചവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അർശിലുണ്ട്. 7 ആകാശത്തിന്റെ അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ലോകം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ബസീർ, ഇന്നല്ലാഹ സമീഅ, ഇന്നല്ലാഹ അലീം. വഅസിറു ഖൗലകും വജഹറൂ ബി, ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. നമ്മുടെ മനസ്സിന്റെ ഉള്ള മന്ത്രിച്ചാൽ, നമ്മളൊരു കാര്യം വിചാരിച്ചാൽ ആ വിചാരം പോലും അറിയുന്നവൻ, നമ്മൾ സ്വകാര്യം പറഞ്ഞാൽ പരസ്യമെന്നോ സ്വകാര്യമെന്നോ വ്യത്യാസമില്ലാതെ പരസ്യങ്ങളും രഹസ്യങ്ങളും എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ. കോടിക്കണക്കിന് മരങ്ങളിൽ ആ ഒരു മരം നമ്മൾ എടുത്താൽ ഒരു മരത്തിൽ 100 കണക്കിന് ഇലകളുണ്ട്. ആ ഇലകളിൽ നിന്ന് ഒരു ഇല പോലും അല്ലാഹുവിന്റെ അറിവില്ലാതെ അത് പിന്നെ അറ്റു വീഴുന്നില്ല. ഒരു ഉറുമ്പ് പോലും അല്ലാഹുവിന്റെ അറിവില്ലാതെ സഞ്ചരിക്കുന്നില്ല. എല്ലാം
എല്ലാം കൂരിട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയിലൂടെ കട്ടുറുമ്പ് സഞ്ചരിച്ചാൽ ആ കറുത്ത കട്ടുറുമ്പിന്റെ ചലനം പോലും അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപദേശം നമുക്കറിയാം. ഇന്നഹാ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. ആകാശത്തിന്റെ ഏത് കോണിൽ വെച്ചാണ് എങ്കിലും, ഭൂമിയുടെ ഏത് മൂലയിൽ വെച്ചാണ് എങ്കിലും, ഏത് പാറക്കുള്ളിൽ പോയി നീ എന്ത് പ്രവർത്തിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണും. നാളെ അത് റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊണ്ടുവരും. അല്ലെ, ഇങ്ങനെയുള്ള അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതം നന്നായി എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം. എല്ലാം നമ്മുടെ ജീവിതം അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതാണ് നമ്മുടെ പ്രഖ്യാപനം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അല്ലാഹ്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ കൃത്യമായിട്ട് നമ്മളെ വിശദീകരിച്ചു തന്നു. അൽ ഇബാദത്തു ലൈസത്തു സ്വലാത്തു ഫഖത്ത്. നമസ്കാരം മാത്രമല്ല ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം ഒരു ഇബാദത്താണ്. ബൽ കുല്ലു അമലിൻ സാലിഹിൻ യുരീദു ബിഹിൽ ഇൻസാനു വജ്ഹ അല്ലാഹ് ഫഹുവ ഇബാദ. ഒരു മനുഷ്യനൊരു നന്മ പ്രവർത്തിക്കുകയാണ്, ഒരു സാലിഹായ ഒരു കർമ്മം ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയുള്ള ഒരു കർമ്മം ഒരു മനുഷ്യൻ ചെയ്തിട്ട് യുരീദു ബിഹിൽ ഇൻസാനു, അവൻ ഉദ്ദേശിക്കുന്നത് ആ കർമ്മം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ പ്രതിഫലമാണ്, പ്രീതിയാണ് അവൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഫഹുവ ഇബാദത്തുൻ, അത് ഇബാദത്തിൽപ്പെട്ടതാണ്. ഏതുപോലെ നല്ല സ്വഭാവം, പിന്നെ അതുപോലെ നല്ല വാക്കുകൾ, ഇതുപോലെയുള്ള മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപെടലുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും നല്ല വാക്ക് പറയണം, നല്ല രൂപത്തിൽ പെരുമാറണം. ഇതെല്ലാം ഇബാദത്താണ്. നാം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഇബാദത്തുകളാണ്. അത് ഇബാദത്താകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുകി, അതുപോലെ തന്നെ നമസ്കാരം പോലെയുള്ള എന്റെ സകല ആരാധനാ കർമ്മങ്ങൾ, എന്റെ നോമ്പ്, എന്റെ നേർച്ച, അതെല്ലാം എല്ലാ കാര്യങ്ങളും, വമഹിയായ എന്റെ ജീവിതം, അതുപോലെ തന്നെ വമമാത് എന്റെ മരണം. ജീവിതം, മരണമെന്ന രണ്ട് പ്രതിഭാസങ്ങൾ. നമ്മൾ ജനിച്ചു, നമുക്കിനൊരു മരണം വരാനുണ്ട്. ഈ രണ്ട് പ്രതിഭാസങ്ങൾക്കിടയിലുള്ള നമ്മുടെ കർമ്മങ്ങൾ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതം, മരണമെന്ന രണ്ട് പ്രതിഭാസങ്ങൾക്കിടയിൽ സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ ആരാണ് എന്ന് പരിശോധിക്കുക. അതിനുവേണ്ടിയാണ് മനുഷ്യന്റെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് കിടക്കപ്പായി നിന്ന് എഴുന്നേറ്റത് മുതൽ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ നിന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നു. കണ്ണുകൾ തിരുമ്പിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റത്. കണ്ണുകൾ തിരുമ്പിയിട്ട് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലുള്ള പ്രാർത്ഥന. അവിടെ മുതൽ നമ്മൾ ആരംഭിച്ച് അവസാനം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വലത്തെ കൈ നമ്മുടെ വലത്തെ കവളിൽ വെച്ചുകൊണ്ട് വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് വരെയുള്ള ആ ഒരു ദിവസത്തിലെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, നമ്മുടെ നോട്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, എല്ലാം വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇബാദത്തുൽ ഖൽബിയ, ഇബാദത്തുൽ ലിസാനിയ, ഇബാദത്തുൽ ബദനിയ. അല്ലേ, പണ്ഡിതന്മാർ ആ രൂപത്തിലാണ് വിശദീകരിച്ചത്. ഇബാദത്തുൽ ഖൽബിയുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഇബാദത്തുകൾ. നെയ്യത്ത് അതിൽപ്പെട്ടതാണ്. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇബാദത്താണ്. അല്ലെ, അവിടെ നമ്മുടെ പിന്നെ നമസ്കാരം, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം. അല്ലെ, അള്ളാഹുവിന്റെ പ്രതിഫലമല്ലാത്ത വേറൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉദ്ദേശിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. അവിടെ റിയാ സംഭവിക്കും. റിയാ ചെറിയ ശിർക്കിൽപ്പെട്ടതാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ചാണകം തന്നെയാണ്.
കാഷ്ടം എന്നും കാഷ്ടം തന്നെയാണ്. ശിർക്കിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ ഗൗരവം. ഒന്നാമത്തെ ഉപദേശം എന്താ? ലുഖ്മാനുൽ ഹക്കീമിന്റെ നേരത്തെ രണ്ടാമത്തെ ഉപദേശം പറഞ്ഞത്. ഒന്നാമത്തെ ഉപദേശം എന്താ? മോനെ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, നീ ശിർക്ക് ചെയ്യാൻ പാടില്ല മോനെ. എന്താ ശിർക്കിന്റെ ഗൗരവം? വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ, അവന് സ്വർഗ്ഗം നിഷിദ്ധമാണ്, അവന്റെ സങ്കേതം നരകമാണ്. ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. വളരെ വലിയ പാതകം, ഗൗരവമേറിയ തിന്മ, അതാണ് ശിർക്ക്. ശിർക്ക് വലിയ പാപത്തിൽപ്പെട്ട ഒന്നാമത്തെ തിന്മയാണ് ശിർക്ക് എന്നുള്ളത്. അല്ലാഹുവിന് കൊടുക്കേണ്ടത് അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുക. എത്ര കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മക്കയിലെ മുശ്രിക്കീങ്ങളോട് അതിലൂടെ ലോകത്തിലോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. ആകാശത്തെ പടച്ചവൻ, ഭൂമിയെ പടച്ചവൻ, മഴയിറക്കുന്നവൻ, ഭൂമിയിലെ പുൽക്കൊടികളെ മുളപ്പിക്കുന്നവൻ എല്ലാം അല്ലാഹുവാണ്. സയഖൂലൂന അല്ലാഹ്, സയഖൂലൂന അല്ലാഹ്, എല്ലാം അല്ലാഹുവാണ്, അല്ലാഹുവാണ്. പക്ഷേ വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, അല്ലാഹുവിനെ അറിയേണ്ട മുറപ്രകാരം അവൻ അറിഞ്ഞില്ല, മനസ്സിലാക്കേണ്ട മുറപ്രകാരം അവൻ മനസ്സിലാക്കിയില്ല. ഇതാ അവർ അന്താദുകളെ ഉണ്ടാക്കുകയാണ്, പകരക്കാരെ, സമന്മാരെ, നിദ്ദുകളെ, സമന്മാരെ സൃഷ്ടിക്കുകയാണ്. അല്ലാഹുവിനെ പോലെ കാണുന്നവർ, കേൾക്കുന്നവർ, അതുപോലെ തന്നെ അല്ലാഹുവിനെ പിന്നെ ഈ രൂപത്തിൽ അല്ലാഹുവിനെ പോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. സൂറത്തുൽ മുൽക്കിലായതോതി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ള കാര്യങ്ങൾ അറിയുന്നവനാരാ? അല്ലാഹുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ മഹാന്മാരായ ആളുകൾ അവർ മരണപ്പെട്ടു പോയതിനു ശേഷം പിൽക്കാലക്കാർ അവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ എന്ത് ചെയ്യുന്നു? അവരുടെ പേരിൽ അവർ പറയാത്തത് കെട്ടിയുണ്ടാക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. മൊയ്തീൻ ശൈഖിനെ സംബന്ധിച്ചിടത്തോളം ചില്ലുള്ളൊരു കുപ്പിയുടെ ഉള്ളിൽ ഒരു വസ്തുവിനെ കാണുന്നത് പോലെ നമ്മുടെ കൽബ് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ തുല്യനായിട്ട് ഒരാളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനെ പോലെ തുല്യനായി, അല്ലാഹുവിനെ പോലെ ലോകത്തൊരാളുമില്ല. അല്ലാഹു കാണും പോലെ കാണാൻ, അല്ലാഹു കേൾക്കും പോലെ കേൾക്കാൻ, അല്ലാഹു അറിയും പോലെ അറിയാൻ. അതുകൊണ്ട് സകല ഇബാദത്തുകളും മനുഷ്യരെ യാ അയ്യുഹന്നാസ് അല്ലാഹുവിനായിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ ഒന്നാമത്തെ കൽപ്പന നമുക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നിയ്യത്ത് അതൊരു ഇബാദത്ത്, അല്ലാഹുവിന് മാത്രം. അത് തെറ്റിപ്പോയാലോ പരലോകത്ത് പിന്നെ ആദ്യമായിട്ട് വിചാരണക്കെടുക്കുന്നവൻ, ദാനം ചെയ്തവൻ, ഷഹീദായവൻ, അതുപോലെ യുദ്ധം ചെയ്ത് മരണപ്പെട്ടവൻ, നന്നായിട്ട് ഖുർആൻ ഓതിയവൻ, അവന് വിചാരണക്കെടുക്കുമ്പോൾ അവന്റെ നാവ് നുണ പറയുമ്പോൾ കദബ്ത കദബ്ത കദബ്ത, നീ കള്ളമാണ് പറഞ്ഞത്, നീ കളവാണ് പറഞ്ഞത്, നീ നല്ല കാരിയാണെന്ന് വിളിക്കപ്പെടാനും, നീ നല്ല ദാനം ചെയ്തവനാണ് എന്ന് പറയപ്പെടാനും, നീ നല്ല യുദ്ധം ചെയ്ത് ധീരനാണ് എന്ന് വിളിക്കപ്പെടാനുമാണ് നീ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് നരകത്തിലേക്ക് പോയിക്കോ. അവന്റെ രണ്ട് കാലും കൂട്ടിപ്പിടിച്ച് അവനെ നരകത്തിലേക്ക് മുഖം കുത്തിവലിച്ചഴിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, ഒരു ഇബാദത്തും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യല്ലേ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ആക്കല്ലേ. ലില്ലാ 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 ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹു ഉള്ളവനാണ്, അല്ലാഹു സത്യമാണ്. ഇത് അറിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് വേണ്ടിയായിരിക്കും
ആയിരിക്കണം നമ്മുടെ ജീവിതമെല്ലാം. എല്ലാം 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 ലില്ലാ, അള്ളാഹുവിന് വേണ്ടിയാകണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിൽ പെട്ടതാണ് ശിർക്ക് എന്നുള്ളത്. റിയാ, ആളുകളെ കാണിപ്പിക്കുവാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ശിർക്കിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യവും അത് ഇബാദാത്തുൽ ഖൽബിയ എന്നല്ല, ഇബാദാത്തുൽ ബദനിയ എന്നല്ല, ഇബാദാത്തുൽ ഇങ്ങനെ ലിസാനിയ അല്ലേ, ഇബാദാത്തുൽ ലിസാനിയ നാവ് കൊണ്ടുള്ള ഇബാദത്തും അല്ലെ, ഒരുപാട് ഇബാദത്തുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അതിൽപ്പെട്ട ഒരു ഇബാദത്താണ് പ്രാർത്ഥന. അതാണ് വയ്യാക നസ്തഈൻ, പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം. സഹായത്തേട്ടം രണ്ട് രൂപത്തിലുണ്ട്. മൂസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോ മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ആള് സഹായം ചോദിക്ക, മൂസാ ഞാൻ അപകടത്തിലാണ്, സഹായിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടി വന്നു. ഫവകസഹു മൂസാ ഫഖദ അലൈഹി, കൈ ചുരുട്ടി പിടിച്ചൊരു ഒറ്റയടി എന്ത് ചെയ്തു? ആ ശത്രുഗോത്രത്തിൽപ്പെട്ട ആള് കഥ കഴിഞ്ഞു അല്ലെ, ഒരൊറ്റടിക്ക് കഥ കഴിഞ്ഞു. പിന്നീട് മൂസാ നബിയുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്, പശ്ചാത്താപിച്ച് മടങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് താവനു അലൽ ബിർരി വത്തഖ്വ, പരസ്പരം നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും ഒക്കെ. ഉമ്മാനോട് നമ്മൾ സഹായം ചോദിക്കുന്നു, വാപ്പാനോട് നമ്മൾ സഹായം ചോദിക്കുന്നു, ഡോക്ടറോട് നമ്മൾ സഹായം ചോദിക്കുന്നത് സ്വാഭാവികമാണ്, ഇതുണ്ടാകണം അല്ലെ. അയൽവാസികളോട് നമ്മൾ സഹായം ചോദിക്കുന്നു, അയൽവാസിയോട് സഹായം ചോദിച്ചിട്ട് അവൻ കൊടുക്കണം. നമ്മുടെ അയൽവാസി സഹായം ചോദിച്ചാൽ കൊടുക്കണം. അല്ലാത്തവൻ ആരാ? എന്ന് തുടങ്ങി വെച്ചിട്ട് ആ അധ്യായം അല്ലാഹു അവസാനിപ്പിച്ചത് ഏതിൽപ്പെട്ടതാ? തആവനു അലൽ ബിർരി വത്തഖ്വയിൽ പെട്ടതാ. ദൃശ്യമായ മാർഗത്തിൽ സമർപ്പിച്ചു, ദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടു. ഇതിലെന്തില്ല? പ്രാർത്ഥനയില്ല. എന്നാൽ ബദറിന്റെ മണ്ണിലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, സഹാബത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു. ഇത് തസ്തഗീസൂന റബ്ബക്കും അല്ലേ, രണ്ട് സ്ഥലത്തും മൂസാ നബിയോട് ചോദിച്ചല്ലോ, അത് ഇസ്തിഗാസ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ അല്ലാഹുവിനോട് ബദറിൽ ചോദിച്ചതും ഇസ്തിഗാസയാണ്. രണ്ട് ഇസ്തിഗാസയും തമ്മിൽ വ്യത്യാസമുണ്ട്. ബദറിലെ പ്രാർത്ഥന, ഞങ്ങൾ ചെറുസംഘമാണ് അല്ലാ, ഈ ചെറുസംഘത്തെ നീ നശിപ്പിച്ചാൽ നിന്നെ ആരാധിക്കാൻ ഭൂമി ലോകത്ത് ഒരാളും ഉണ്ടാവുകയില്ല അല്ലാ, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ എണ്ണത്തോളം അല്ലാഹുവിന്റെ പട്ടാളത്തെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയാണ്. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിച്ചു, അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടു. അതിൽ പ്രാർത്ഥന സംഭവിച്ചു. പ്രാർത്ഥന ആരോട് മാത്രം? അദ്ദുആഹു ഹുവൽ ഇബാദ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ പറ്റൂ. അതുകൊണ്ട് പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, എല്ലാം അല്ലാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് നമ്മുടെ പ്രതിജ്ഞയാണ് കൂട്ടരെ. അതുകൊണ്ട് ഈ രൂപത്തിൽ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാനും നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ, അത് ഖൽബിയ ആണെങ്കിലും ഹൃദയത്തിൽ നിന്നുള്ള ഇബാദത്താണെങ്കിലും നാവിൽ നിന്നുള്ള ഇബാദത്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബദനിയ ശരീരം കൊണ്ടുള്ള നിസ്കാരം, നോമ്പ് പോലെയുള്ള കർമ്മങ്ങളാണെങ്കിലും എല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രം. അതാണ് ഇയ്യാക നഅ്ബുദു എന്നതുകൊണ്ട് എല്ലാം ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അല്ലാത്ത ആളുകളോട് അഥവാ മരിച്ചുപോയ ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകളോട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? സഹായം ചോദിക്കുക. അവിടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിം ഉമ്മത്തിൽ പിഴവ് സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇബാദത്തിന്റെ വിഷയത്തിൽ പിഴവ് സംഭവിച്ചത് പ്രാർത്ഥനയുടെ വിഷയത്തില്. മൺമറഞ്ഞു പോയ ആളുകൾ അവർ കേൾക്കുമെന്ന വിശ്വാസം അല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് സാധ്യമല്ല മുഹമ്മദേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. മരിച്ചവർ കേൾക്കുകയില്ല, മരിച്ചവർ അറിയുകയില്ല. വമൻ നളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അക്രമി എന്നുള്ളത് അവൻ ആരാ? അല്ല ചോദിക്കാണ്. ഏറ്റവും വഴികെട്ടവൻ ആരാ? ഏറ്റവും വഴികെട്ടവൻ ആരാ? വഴിപടച്ചവൻ ആരാ? ലോകവസാനം വരെ വിളിച്ചാൽ ഇവിടെ നമ്മൾ ചൊല്ലാണ് ഞാൻ കയറി അങ്ങയോടന്യായം നബിയെ സയ്യദി ഖൈറൻ നബി
കുറ്റമെന്ന വാഹനമിൽ ഞാൻ കയറി ഒരുപാട് തിന്മകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. മുത്തുനബിയെ, പാപങ്ങൾ പൊറുക്കുന്നത് അങ്ങയാണ്, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ നബിയെ. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അമ്പിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരിക്കലും അവരുടെ വിഷമങ്ങൾ അവരുടെ ബാപ്പമാരോട് പറഞ്ഞിട്ടില്ല. മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരോട് അവർ പറഞ്ഞിട്ടില്ല. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 2 മക്കളെ നഷ്ടപ്പെട്ടു. ഒന്ന് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, 2 ബിനിയാമീൻ. 2 മക്കളും നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ 2 കണ്ണിന്റെയും കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയി. 2 കണ്ണുകളും വെളുത്തുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ. ആ യാക്കൂബ് നബിയുടെ നിലപാട് ഒരിക്കലും ബാപ്പയോട് ചോദിച്ചില്ല. ബാപ്പയാരാ? ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരിക്കലും വെള്ളിപ്പയോട് ചോദിച്ചില്ല. വെള്ളിപ്പയാരാ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള കുടുംബം ഇല്ലട്ടോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും ചോദിച്ചില്ല. യാക്കൂബ് നബിയുടെ നിലപാട് ഖുർആൻ പഠിപ്പിച്ചല്ലോ. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. എന്റെ വേവലാദികളും എന്റെ പ്രയാസങ്ങളും എന്റെ വിഷമങ്ങളും, നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം, അല്ലാഹു അല്ലാത്ത വേറൊരാളോടും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മളുടെ വിളി കേൾക്കാത്തവർ, നമ്മളോട് ഉത്തരം ചെയ്യാത്തവർ, മരണപ്പെട്ടു പോയ ആളുകൾ, അവരോട് നമ്മൾ സഹായം ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. അവർ ഒരിക്കലും കേൾക്കുകയില്ല. അവർ ഒരിക്കലും നമുക്ക് മറുപടി നൽകുകയില്ല. എത്ര കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അതാ എന്തുകൊണ്ടാ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ മുസ്ലിം ഉമ്മത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും കഴിയാതെ പോയി. ശിർക്കൻ വിശ്വാസങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും കൂപ്പുകുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്ധമായ തഖ്ലീദ്. അത് ആരിൽ സംഭവിച്ചുവോ അത് തീർച്ചയായിട്ടും അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വഴിതെറ്റിപ്പോകും. യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പിന്നാലെ, ഏതെങ്കിലും ഒരു സമ്പന്നന്റെ പിന്നാലെ, ഏതെങ്കിലും കാരണവന്മാരുടെ പിന്നാലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ സഞ്ചരിച്ചാൽ അല്ലാഹുവിന്റെ കലാമിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും അവൻ വഴി തെറ്റിപ്പോകും. അവന് കൃത്യമായ തൗഹീദ് പഠിക്കാൻ കഴിയില്ല. യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരാൻ അവൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ആയത്തുകൾ പൂർത്തീകരിക്കുന്നില്ല പ്രിയമുള്ളവരെ. വളരെ അത്യാവശ്യമായ ചില വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വിശദീകരിക്കാൻ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ 2 ആയത്തുകളിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് അല്പാൽപമായിട്ട് നമുക്ക് ഓരോ ആഴ്ചകളിലും പഠിക്കാം. കാരണം ഇനി വരാനുള്ളത് പരലോകവുമായി ബന്ധപ്പെട്ട, ഖബറുമായി ബന്ധപ്പെട്ട, മരണാനന്തര ജീവിതത്തിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇനി നമുക്ക് വരാനുള്ളത്. അപ്പോൾ ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്. എന്നത് കഴിഞ്ഞ ആയത്തിലേക്ക് നമ്മളെ മടങ്ങുക. നമ്മളെ ബീജത്തുള്ളിൽ നിന്ന് സൃഷ്ടിച്ചു കൊണ്ടുവന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്നിട്ട് തിഫലായി, എന്നിട്ട് നമ്മളെ ഖുവത്തുള്ളവനാക്കി, എന്നിട്ട് നമ്മളെ ഒരു വൃദ്ധനായ പ്രായമേറിയ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയി അങ്ങനെ നമ്മളെ മരിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴയിറക്കി ഭൂമിയിലെ പുൽക്കൊടികളെ മുളപ്പിച്ചു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് അവൻ സത്യമാണ്, അവൻ ഉള്ളവനാണ്, അവൻ യാഥാർത്ഥ്യമായിട്ടുള്ളവനാണ്. അതുകൊണ്ട് ആ റബ്ബിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയോ പ്രകടനപരതകൾക്ക് വേണ്ടിയോ അല്ല നമ്മുടെ ജീവിതം നമ്മൾ കാഴ്ചവെക്കേണ്ടത്. ശിർക്കില്ലാത്ത, റിയാ ഇല്ലാത്ത, കുഫ്റില്ലാത്ത ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ പരലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഖുർആനുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ജീവിതവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, തൗഹീദുള്ളവരാകുക. നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയാ, ഈമാനുള്ളവർ ആകുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ അല്ലാഹു വിശദീകരിച്ചു തന്നത്. സത്യപ്പെടുത്തുന്നതിന് വേണ്ടിയാ ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്നത്. തസ്ദീഖൻ ബിഖൽബി, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ
ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യപ്പെടുത്തിക്കൊണ്ട് ഒരാൾ നാവിലൂടെ പ്രഖ്യാപിച്ചാൽ അവൻ എന്ത് ചെയ്തു? സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് റസൂൽ പഠിപ്പിച്ചത്, ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണത്തോട് മല്ലിടുന്നവന്റെ സമീപത്ത് നിങ്ങൾ എത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. ചില ആളുകൾക്ക് അത് പറയാൻ പറ്റൂല, നമ്മളത് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടുകൊണ്ട് ആ മരണവെപ്രാളം അടിക്കുന്ന, ആ മരണത്തോട് മല്ലിട്ടുക അല്ലെങ്കിൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആ രോഗിയുണ്ടല്ലോ, അവനെങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അവൻ മരിച്ചാൽ മൻ ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അത് നാവിലൂടെ പുറത്തേക്ക് വരണമില്ല, അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. തഹ്ദീഖൻ ബിഖൽബി. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചല്ലോ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? 1000 വട്ടം 10000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരുണ്ട്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് പറഞ്ഞിട്ട് 1000 10000 ലക്ഷം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരുണ്ട്. എത്ര തവണ പറഞ്ഞിട്ടും കാര്യമില്ല. വഫീ ഖൽബിക കമ്മിലാ. അല്ലാഹുവിന് പുറമെ ആപൽഘട്ടങ്ങളിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി, അവലംബിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ശക്തിയെ നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിച്ചിട്ട് നാവുകൊണ്ട് 10000 വട്ടം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും കാര്യമില്ല. ആ ദിക്ർ, ആ തൗഹീദ് നമുക്ക് ഉപകാരപ്പെടുകയില്ല. ഈ കള്ള ഇലാഹുകളെയെല്ലാം അല്ലാഹു മാത്രമാണ് ഇലാഹായിട്ടുള്ളവൻ. ആ റബ്ബല്ലാത്ത ബാക്കി എല്ലാത്തിനെയും തുടച്ചു നീക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്ക് സാധിക്കണം. അപ്പോഴേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കലിമത്തു തൗഹീദിന് എതിരാകുന്ന ഒരു അവസ്ഥ, എതിരാകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ, പിന്നെ 3 സമയങ്ങളിൽ നിസ്കരിക്കൽ ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യൻ ഉദിച്ചുയരുന്ന സമയമാണ്, നട്ടുച്ച സമയമാണ്, സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. ഈ സമയത്ത് പുഴക്കരയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പിന്നെ സൂര്യനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ഈ 3 സമയങ്ങളിൽ സൂര്യൻ ആരാധിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. ഈ സൂര്യൻ ആരാധിക്കുന്ന ആളുകൾ ഇവരെ ഈ സമയത്ത് നമ്മൾ റുക്കൂ ചെയ്താൽ, സുജൂദ് ചെയ്താൽ നമ്മളും ആരാധിക്കുന്നത് സൂര്യനെയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഈ 3 സമയങ്ങളിലും നീ നമസ്കരിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകുന്നത് ഒരു നിസ്കാരമാണ് എങ്കിൽ പോലും അത് പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, നബിയെ, ഗുവാന എന്ന പ്രദേശത്ത് പോയിട്ട് ഒരു ഒട്ടകത്തറക്കാൻ ഞാൻ നേർച്ച ചെയ്തിട്ടുണ്ട് നബിയെ, ആ നേർച്ച ഞാൻ നിറവേറ്റട്ടെയോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹിക്ക് എന്താ ഒരു സംശയം, എത്ര സ്ഥലങ്ങളുണ്ട്, എത്ര പ്രദേശങ്ങളുണ്ട്, ഈ ഗുവാന എന്ന പ്രദേശം മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? 2 ചോദ്യങ്ങൾ അവനോട് ചോദിക്കുകയാണ്. ജാഹിലിയത്തിലെ ആളുകൾ ആരാധിക്കുന്ന വല്ല വിഗ്രഹവും അവിടെയുണ്ടോ? ജാഹിലിയത്തിലെ ആളുകൾ ആരാധിക്കുന്ന വല്ല വിഗ്രഹവും അവിടെയുണ്ടോ? ഇല്ല നബിയെ. ജാഹിലിയത്തിലെ ആളുകൾ ആഘോഷിക്കുന്ന വല്ല ആഘോഷവും അവിടെയുണ്ടോ? ഇല്ല നബിയെ. ഔഫി ബിനദിരി, എങ്കിൽ നിന്റെ നേർച്ച നിറവേറ്റിക്കോ. എന്താ ഈ 2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം? ശിർക്ക് വരുന്ന വഴിയാണ്. ജാറുള്ള പള്ളിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? നിസ്കരിക്കാൻ നിൽക്കണ്ട. ജാറമുള്ള പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കേണ്ടതില്ല. ഇത്തരം സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ അറിയണം. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി എന്ന ആയത്ത് മക്കയിലെ മുശ്രിക്കിനെ കുറിച്ച് മാത്രം പറയാനുള്ളതല്ല. എന്തിനാ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചത്? നമ്മളും കൂടെ പാഠം ഉൾക്കൊള്ളാനാ. ഞാൻ പറയട്ടെ, ഈ നമ്മൾ സംസാരിക്കുന്ന എന്നോടടക്കം എന്നെയും ഉൾപ്പെടുത്തിയിട്ട് എന്റെ സംസാരം കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇല്ല, അള്ളാഹനെ അറിഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ അള്ളാഹനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ യഥാർത്ഥ റബ്ബിനെ നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയില്ല. ഒരു സെക്കൻഡ് പോലും. നമ്മുടെ ജീവിതം മുഴുവൻ
അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ കേൾവികളിൽ, പഠനങ്ങളിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. യഥാർത്ഥ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഹിദായത്തിന്റെ, തൗഹീദിന്റെ യഥാർത്ഥ മുഅ്മിനായി, മുത്തഖിയായി, മുഹ്സിനായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഈ ദുനിയാവിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ പരലോകത്തും നീ ഞങ്ങളെയെല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ഞങ്ങളെയെല്ലാം നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم اعز الاسلام والمسلمين ودمر اعداءك اعداء الدين. اللهم انصر اخوان المسلمين في كل مكان. اللهم انصر اخوان المسلمين في فلسطين. اللهم انصرهم. اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. ربنا تقبل منا من اعمال صالحاتنا وصيامنا وقيامنا وكل من اعمال صالحاتنا يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.